അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ വീഡിയോകളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും നമ്മൾ ദാണ്ട് ഈ ഒരു സ്റ്റൈലിൽ ഒരു വ്ളോഗ് സ്റ്റൈലാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ദാണ്ട് ഇന്ന് സ്പിന്നിയുടെ ഓഫീസ് വരെ വന്നതാണ്. ഓഫീസല്ല, അവരുടെ കൊച്ചി യാർഡിൽ വരെ വന്നതാണ്. നമ്മൾ ഇതിനു മുമ്പ് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ 3 സീരീസ് ഇവിടെ കൊടുത്ത് ഇവരെ കൊണ്ടൊരു വാല്യുവേഷനും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്ന എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊരു 1-2 റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നു. അതായത് സ്പിന്നിൽ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാറുകൾ ഞാൻ സെലക്ട് ചെയ്തത് കാണിച്ചു തന്നായിരുന്നു നിങ്ങൾക്ക്. അതെന്നൊക്കെ പറയുന്നത് വളരെ ലോ കിലോമീറ്ററിൽ കിടക്കുന്ന, അതായത് നമുക്ക് ഈവൻ കമ്പനി വാറണ്ടിയിൽ പോലും കിടക്കുന്ന പുത്തൻ കാറുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൂട്ട് കുറേയധികം സ്റ്റോക്ക് വീണ്ടും സ്പിന്നിൽ വന്നിട്ടുണ്ടെന്ന് എന്നെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാനത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അതിന് മേജർ റീസൺ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട്, ചേട്ടാ ക്രിറ്റ അവൈലബിൾ ആണോ, ചേട്ടാ മറ്റേ അർബൻ ക്രൂസർ അവൈലബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്തോ അല്ലെങ്കിൽ സ്പിന്നിയുടെ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട കാര്യമൊന്നുമില്ല. സ്പിന്നി എന്ന് പറയുന്ന അവരുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ലൊക്കേഷനിൽ ഏതൊക്കെ കാർ അവൈലബിൾ ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ഇവിടെ കുറേയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാറുകൾ കിടപ്പുണ്ട്. അതും വളരെ വാല്യൂ ഫോർ മണിയിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യമേ നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ചെറിയ രീതിയിലൊന്നും മഴയൊക്കെ കാര്യങ്ങൾ പൊടിയാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് ഒരു കുഞ്ഞൊരു ഡ്രൈവ് ഞാൻ കാണിച്ചു തരാം. ഈ കിടക്കുന്ന കാറ് ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതായത് ഈ കിടക്കുന്ന കാറെന്ന് പറയുന്നത് 2023 ഹൂണ്ടയുടെ ടുസോണാണ്. ഇതെന്ന് പറയുന്നത് അവരുടെ 2 ലിറ്റർ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ട് വരുന്ന സിഗ്നേച്ചർ ഓട്ടോമാറ്റിക്കാണ് പെട്രോൾ എഞ്ചിന്. അപ്പോൾ ശരിക്കും ഞാൻ ഹൂണ്ടയുടെ 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഓടിച്ച് നോക്കിയിട്ടില്ല. ഇതിൻ്റെ പ്രൈസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഞെട്ടും. അതായത് പുതിയ വണ്ടിക്ക് 37-38 ലക്ഷം രൂപ വരുന്നതാണ്. ഇവിടെ സ്പിന്നിയിൽ ഇതിന് എത്രയാണ് പറയുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇവൻ്റെ ഡ്രൈവ് ഒന്ന് എടുത്തു നോക്കാം. നമ്മൾ വണ്ടിയിലോട്ട് കയറുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഫീൽ കിട്ടി. അതിന് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുത്തൻ കാറിൻ്റെ അകത്തൊക്കെ കയറത്തില്ലേ, ആ ഒരു സ്മെല്ലും അല്ലെങ്കിൽ ആ ഒരു ഫ്രാഗ്രൻസാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴേക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ പ്രീമിയം രീതിയിൽ ഹൂണ്ടൈ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അവരുടെ ടസ്കൺ, ഹൂണ്ടയുടെ ഏറ്റവും ടോപ്പിലുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു കാറാണ്. കാരണം അത് പുതിയ വണ്ടി വരുമ്പോൾ ഏതാണ്ട് 40 ലക്ഷം പ്ലസ് വരുന്നുണ്ടല്ലോ. ഞാൻ 36 പറഞ്ഞു, 36 ഈ വേരിയൻ്റ് വരുമ്പോൾ 40 പ്ലസ് വരുന്നുണ്ടെന്നാണ് നമ്മുടെ ബ്രോ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് ഡ്രൈവ് ചെയ്ത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവൻ ഇപ്പോൾ സ്പിന്ന് ചോദിക്കുന്ന പ്രൈസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ബാക്കി ഇൻവെൻറ്ററി ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മൾ ദാണ്ടെ ഇപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ദാണ്ടെ നോർമൽ മോഡാണ്. കാല് കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു മോഡിൽ തന്നെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. നമുക്ക് കണ്ട് ഇവിടെ 2 മോഡൂടെ വരുന്നുണ്ട്. ഇപ്പോൾ എക്കോ മോഡിലാണ് കിടക്കുന്നത്. അത്യാവശ്യം മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നമ്മൾ സ്പോർട്സ് മോഡിലിട്ടും കൂടെ ജസ്റ്റ് നമുക്ക് വേണ്ടി ഒരു ഫീലൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല പഞ്ചിയായിട്ടുള്ള എഞ്ചിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ട ചെറിയൊരു ഷോർട്ട് ഡ്രൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023 വണ്ടിയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ പുതിയ വണ്ടിക്ക് 40 ലക്ഷം രൂപ വരുന്നുണ്ട്. ഇതിന് ഇവർ ചോദിക്കുന്നത് 27,20,000 രൂപയാണ്. എന്ന് പറഞ്ഞാൽ 10-13 ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ടാണ് ഇപ്പോൾ ഇവിടെ ഓഫർ ചെയ്യുന്നത്. അത് വളരെ വാല്യൂ ഫോർ മണി കോൺസെപ്റ്റ് തന്നെയാണ്. ഇനി ഈ കാർ എന്ന് പറഞ്ഞാൽ അത് ഓഫ് കോഴ്സ് ഹൂണ്ടയുടെ വാറണ്ടി കിടക്കുന്നതാണ്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പിന്നി ഇതിന് 3 കൊല്ലത്തേക്ക് എഞ്ചിനും അതുപോലെ തന്നെ ട്രാൻസ്മിഷനും വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക്സ് ആണെന്നുണ്ടെങ്കിൽ 6 മന്ത്സിലേക്കുള്ള വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് കാറുകളും കൂടെ കണ്ടിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ വണ്ടി മേടിച്ചു, നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ ഇവർക്ക് കൊണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ദാറ്റ്സ് ലൈക്ക് എ റിയലി ഗുഡ് തിങ് സ്പിന്നി ഈസ് ഓഫറിങ്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയേക്കെന്ന് പറഞ്ഞാൽ സ്പിന്നിൽ കിടക്കുന്ന കാറുകളൊക്കെ മിക്കതും ഒരു 90% ഇവരുടെ ഇൻവെൻറ്ററി എന്ന് പറയുന്നത് ലോ കിലോമീറ്റർ ആണ്. അപ്പോൾ പണ്ട് തൊട്ടേ നമ്മൾ കാറുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല, നമ്മളെപ്പോഴും ചെയ്യുന്നത് എന്താ, ലോ കിലോമീറ്റർ കാറുകൾ അല്ലെങ്കിൽ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഇയേഴ്സ് ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ ആ ഒരു ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള വെഹിക്കിൾസാണ് നമ്മൾ എടുക്കുന്നത്. ആ ഒരു സെയിം ആസ്പെക്റ്റ് തന്നെയാണ് സ്പിന്നി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അർബൻ ക്രൂസറൊക്കെ ഇട്ടില്ലായിരുന്നു. അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ്, എൻ്റെ അറിവിൽ ആ 5 വെഹിക്കിൾ ഇട്ടത് എനിക്കൊന്ന് 1-2 ആഴ്ചക്കുള്ളിൽ ഇവരുടെ സ്റ്റോക്ക് 5 എണ്ണം കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. അതുപോലത്തെ കാറുകളാണ് ഇവിടെ കിടക്കുന്നത്. ഈ സഫാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022 മോഡലാണ്. ഇതും വെറും 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നിങ്ങൾ ആലോചിക്കും, 20,000 കിലോമീറ്റർ. ഇതിന് ചോദിക്കുന്ന വില ഏതാണ്ട് 15 പോയിൻറ്റ് സംതിങ്, അതായത് 15 ലാക്ക് സംതിങ് ആണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ലൈക്ക് എ റിയലി ഗുഡ് ഡീൽ. നമുക്ക് ഏതാണ്ട് 10 ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ട് ആണ്. XT എന്ന് പറയുന്ന വേരിയൻ്റാണ് ഈ കിടക്കുന്ന സഫാരി എന്ന് പറയുന്നത്. ഇനി ഇത് മാത്രമല്ല കുറേയധികം ഇൻവെൻറ്ററി ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ സഫാരി കണ്ടു. ഇനി കുറച്ചുകൂടെ പ്രൈസ് ബ്രാക്കറ്റ് താഴെ വരുന്നൊരു മോഡൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ 2022 മോഡൽ ബ്രസയാണ്. ഇതിനിപ്പോൾ ഫുൾ ഓപ്ഷൻ ഏതാണ്ട് 15 ലക്ഷം രൂപ 16 ലക്ഷം രൂപ വരും. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ 22,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നമ്മുടെ സ്പിന്നി ഇവന് ചോദിക്കുന്ന വില എത്രയാണെന്നറിയോ? 10 പോയിൻറ്റ് സംതിങ്.
ഏതാണ്ട് 5 ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം പുതിയ വണ്ടിയാണ്, ചിലപ്പോൾ മാരുതിയിൽ എക്സ്റ്റൻഡ് വാറണ്ടി കിടപ്പ് കാണും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ സ്പിന്നി വാറണ്ടി തരുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഞാൻ 100% കോൺഫിഡൻറ്റിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡീലറെന്നല്ല, ഒരു വലിയൊരു കമ്പനിയാണ് സ്പിന്നി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലൊരു മോഡലായിട്ട് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ മുതലെന്ന് പറയുന്നത് 2020 വോക്സ്വാഗണിൻ്റെ വെൻഡോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് അറിയാം? 30,000 കിലോമീറ്റർ മാത്രമേ ഈ കിടക്കുന്ന വണ്ടി ഓടിയിട്ടുള്ളൂ. 2020 മോഡൽ, സിംഗിൾ ഓണർ. ഓഫ് കോഴ്സ് സിംഗിൾ ഓണർ വെഹിക്കിൾ ആയിരിക്കുമല്ലോ. ഇതിൻ്റെ പുത്തൻ വേരിയൻറ്റിന് ആ സമയത്ത് എത്രയായിരുന്നുള്ള എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2-3 കൊല്ലം ഓടിയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ലാസ്റ്റ് ബാച്ച് ഓഫ് വെൻഡോസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് ടോർക്ക് കൺവേർട്ടറാണ് കമ്പനി കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് മെയിൻ്റനൻസ് വളരെയധികം കുറവായിരിക്കും. 1 ലിറ്റർ ആ ഒരു TSI എഞ്ചിനാണ് വരുന്നത്. പെർഫോമൻസ് സെഡാൻ നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഒരു ആപ്റ്റായിട്ടുള്ളൊരു ചോയ്സ് തന്നെയാണ് ഈ കിടക്കുന്ന വണ്ടി. ഇതിന് സ്പിന്നി ചോദിക്കുന്ന പ്രൈസ് എത്രയാണെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? 10.89 lakhs ആണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ കറക്റ്റ് EMI കാൽക്കുലേഷൻ കൂടെ അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു മിനിമം ഒരു 12,000 രൂപ 13,000 രൂപയൊക്കെ മന്ത്ലി EMI നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിക്കുക, നമ്മളിപ്പോൾ ഒരു പുതിയൊരു കാർ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയുടെ ഏറ്റവും ബേസ് വേരിയൻ്റെ ഒരു ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ ഏകദേശം ആ ഒരു പ്രൈസ് വരെ വരും. ആ ഒരു സമയത്താണ് ഈ ഒരു രീതിയിലുള്ള പ്രൈസിങ് വരുന്നത്. അപ്പം ഡിപ്രീസിയേഷൻ നമുക്ക് ലാഭിക്കാൻ പറ്റും. സോ ദാറ്റ്സ് എ കീ എലമെൻറ്റ്. ഇനിയിപ്പം നിങ്ങൾ ഒരു ഓഫ് റോഡിങ് ഫാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 അല്ല 2 താറാണ് ഇവിടെ കിടക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു 2020 വേരിയൻ്റ് മോഡലാണ്. പെട്രോളിൻ്റെ ഓട്ടോമാറ്റിക്കാണ് ഇവന് വരുന്നത്. ഇതിൻ്റെ പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 4 കൊല്ലം കൊണ്ട് വെറും 30,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്ന ഈ വേരിയൻറ്റിന് ഇപ്പോൾ പുതിയ മോഡലിന് ഏതാണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കില്ല, മഹീന്ദ്ര ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 20 lakh point സംതിങ് ആണ്. നമുക്കിവന് വരുന്നത് 12 point സംതിങ് ആണ്. നമ്മുടെ ഈ കിടക്കുന്ന താറിന് 30,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് താറിന് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബമ്പറിൻ്റെ മുകളിൽ കയറി ഇരുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ആഫ്റ്റർ മാർക്കറ്റിൽ ചെയ്തിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബമ്പേഴ്സാണ്. അതുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ കയറി ഇരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ദാണ്ടെ ഓട്ടോമാറ്റിക് വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ദാണ്ടെ മാനുവൽ കിടക്കുന്ന ഒരു ബ്ലാക്ക് താറും അവൈലബിൾ ആണ്. 2 പെട്രോളാണ്. ഇനി നമ്മളിപ്പോൾ ദാണ്ടെ വെൻഡോ പരിചയപ്പെട്ടു. ഇനി ദാണ്ടെ ഈ കിടക്കുന്ന മുതലുണ്ടല്ലോ, ഈ സിയാസ് 2023 വേരിയൻ്റ് ആണ്. 2023 വെറും 8,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 8,000 കിലോമീറ്റർ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണെന്നറിയോ? 10.2 lakhs. 10,20,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക്, അതായത് ഓട്ടോമാറ്റിക്കാണ് വരുന്നത്, ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഓട്ടോമാറ്റിക്സ് ആണ്. അതായത് നിങ്ങളൊരു ഫാമിലി കാറാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴത്തെ ഡിസയറിൻ്റെ ഒരു മിഡ് വേരിയൻറ്റിൻ്റെ പ്രൈസിന് നിങ്ങൾക്ക് വേണ്ട സിയാസിൻ്റെ ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് നിങ്ങൾക്ക് കിട്ടും. ഈ പറയുന്ന 10.2 lakh സംതിങ് ആണ് സ്പിന്നി ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻറ്റീരിയറൊക്കെ നിങ്ങൾ കണ്ടാൽ അറിയാം, വളരെ പ്രീമിയമാണ്. ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ആ ഒരു സിയാസ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, ഈ സിയാസ് മാത്രമല്ല, അതുകൊണ്ട് ഇവിടെ സിയാസ് കിടപ്പുണ്ട്, വെൻഡോ കിടപ്പുണ്ട്, ബ്രിയോ കിടപ്പുണ്ട്, നമ്മുടെ അൾട്രോസ് കിടപ്പുണ്ട്, പഞ്ച് കിടപ്പുണ്ട്. എല്ലാം ലോ കിലോമീറ്റർ വെഹിക്കിൾസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്കൊരു 1-2 കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ട് ഇവരുടെ ഒരു മെയിൻ അഡ്വാൻറ്റേജസും കൂടെ പറഞ്ഞ് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളൊരു ഹാച്ച് ബാക്ക് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദാണ്ട് ഇവിടെ ഒരു ടാറ്റയുടെ 2024 മോഡൽ അൾട്രോസ് കിടപ്പുണ്ട്. ഇതിന് പ്രൈസ് എത്രയാണ് ചോദിക്കുന്നറിയോ? 6.6 lakhs ആണ്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ കിലോമീറ്ററാണ്. വെറും 4,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഈ കിടക്കുന്ന അൾട്രോസ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാരുതി വെഹിക്കിൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാണ്ട് ഇവിടെ ഒരു ഇഗ്നിസ് കിടപ്പുണ്ട്. ഇത് 2023 മോഡലാണ്. ഇത് 17,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ കേട്ടോ. ഓഫ് കോഴ്സ് സിംഗിൾ ഓണർ വെഹിക്കിളാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 6.3 lakhs ആണ്. അതായത് നിങ്ങൾ തന്നെ ആലോചിക്കുക, ഒരു 3 ലക്ഷം രൂപയ്ക്ക് ആവറേജ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതിന് തുല്യമാണ് ഈ ഫസ്റ്റ് ഓണറിൽ നിന്ന് സെക്കൻഡ് ഓണർ, അല്ലെങ്കിൽ നമ്മളൊരു യൂസ്ഡ് കാർ എടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഇതാണ്ട് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, വളരെ ഒത്തിരിയധികം ഇൻവെൻട്രി അവൈലബിൾ. ഞാനെല്ലാം അവിടെ ഒരു വിർച്ചസ് കിടപ്പുണ്ടല്ലേ? ആണോ? അവിടെ വരാനുള്ളൊരു വിർച്ചസും കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ആ പുതിയ മോഡൽ വെഹിക്കിൾസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എന്താ പറയേണ്ടത്, ഇത് കൂടുതൽ എനിക്ക് എങ്ങനെ പറഞ്ഞു തരാമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഒത്തിരിയധികം ഇൻവെൻട്രീസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പിന്നിനെ ധൈര്യമായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു റീസൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഇവിടെ നിന്നൊരു കാർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കൊണ്ട് തിരിച്ചു കൊടുക്കാനുള്ളൊരു അവസരം ഇവർ തരുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, 3 കൊല്ലം വരെ ഇവരുടെ എൻജിനും അതുപോലെ തന്നെ ഗിയർ ബോക്സിനും, ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സിനൊരു 6 മാസം വരെയാണ് ഇവർ വാറൻറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഏതാണ്ട് ഒരു 100+ ടെസ്റ്റ് പോയിൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഇവർ വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യത്തുള്ളൂ. ദാറ്റ്സ് ലൈക്ക്
100 അല്ല 200+ ടെസ്റ്റ് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇവർ വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യത്തുള്ളൂ. പിന്നെ എനിക്കിതിൽ വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയൊരു കേസ് എന്ന് പറഞ്ഞാൽ ആസ് എ കസ്റ്റമർ നിങ്ങളെ സംബന്ധിച്ചിട്ട് ഇവർ ഇട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ഫിക്സ്ഡ് ആണ്. അതിൻ്റെ അത് നെഗോഷിയേഷൻസ് എന്ന് പറഞ്ഞൊരു പാർട്ടില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈക്വലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാണ്. കൂടുതൽ നെഗോഷിയേഷൻ സ്കില്ലുള്ളവർക്ക് വില കുറച്ച് കിട്ടുക അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നുമല്ല. ത്രൂ ഔട്ട് ദ കൺട്രി ദിസ് ഈസ് ലൈക്ക് എ ഫിക്സഡ് പ്രൈസ്. ദാറ്റ്സ് ലൈക്ക് എ റിയലി ഗുഡ് തിങ്. പിന്നെ ആപ്പിൽ ഭയങ്കര ഫ്ലെക്സിബിളാണ്. നിങ്ങൾക്ക് വെഹിക്കിൾസൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട്, ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, എല്ലാ കാര്യങ്ങളും അതിൽ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കാറ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാറ് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര അഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാൻ നമ്മുടെ BMW വീഡിയോയും BMW ഇവിടെ കൊണ്ടുവന്ന് വാലുവേറ്റ് ചെയ്തതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് കാണില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്താൽ മതി. ഇവിടെ കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പേയ്മെൻറ്റ് അപ്പോൾ തന്നെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. രണ്ടെന്ന് പറയുന്നത് 100% ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മളിവർക്ക് കൊടുക്കുന്ന മൊമെൻറ്റ് തൊട്ട് റിസ്ക് നമ്മുടെ സ്പിന്നി എന്ന് പറയുന്ന കമ്പനി ത്രൂ ഔട്ട് വഹിക്കുക എല്ലാ കാര്യങ്ങളും. അതായത് പിന്നെ അവർ വണ്ടി എടുത്തുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ലാസ്റ്റ് ട്രാൻസ്ഫറിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും അവർ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ബൈയിങ് ആണെങ്കിലും അല്ലെങ്കിൽ സെല്ലിങ്ങിലാണെങ്കിലും ഞാൻ ധൈര്യമായിട്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരു 3-4 പേര് ഇപ്പോൾ ഓൾറെഡി റീസെൻ്റ്ലി നമ്മൾ സ്പിന്നിൽ നിന്ന് കാറുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ധൈര്യമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് പോലെ തന്നെയാണല്ലോ. അപ്പോൾ അല്ല എൻ്റെ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡു ഗിവ് ഇറ്റ് ഔട്ട് എ ട്രൈ. സോ ദിസ് ഈസ് യുവർ ദീപക് രാജൻ, ഡോക്ടർ റൈ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.